സഞ്ചാരികൾക്കെന്നും കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും സാധ്യതകൾ തുറക്കുന്ന നാടാണ് തിരുവനന്തപുരം. എത്ര പോയാലും മതിവരാത്ത ക്ഷേത്രങ്ങളും എത്ര പകർത്തിയാലും തീരാത്ത കാഴ്ചകളും രുചി വൈവിധ്യങ്ങളുമെല്ലാമായി എല്ലാവരെയും ആകർഷിക്കുന്ന പ്രദേശം. പലതവണ പോയാലും പിന്നീടുള്ള ഓരോ യാത്രയിലും ഇവിടം കാത്തുവെക്കുന്ന അനുഭവങ്ങൾ തീർത്തും വ്യത്യസ്തങ്ങളാണ്. അത്തരത്തിൽ സഞ്ചാരികൾക്ക് അത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കാത്ത കുറേ ഇടങ്ങൾ ഇവിടെയുണ്ട്. അതിലൊന്നാണ് കോട്ടൂർ. ഉയർന്നു നിൽക്കുന്ന മരങ്ങളും വൈവിധ്യങ്ങളായ സസ്യജന്തുജാലങ്ങളും ഒക്കെ ചേരുന്ന കൊട്ടൂർ വനത്തിലെ 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ സഞ്ചാരികൾക്ക് പോകുവാൻ അനുമതിയുള്ളൂ. ഈ കുറഞ്ഞ ദൂരത്തിനുള്ളിലും മനോഹരങ്ങളായ കാഴ്ചകൾ കാണുവാൻ സാധിക്കുമെന്നതാണ് കൊട്ടൂരിന്റെ പ്രത്യേകത. അഗസ്ത്യാർകൂടത്തിന്റെ കൈത്തണ്ടയിൽ കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൊട്ടൂർ സഞ്ചാരികൾക്കായി വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് കരുതിയിരിക്കുന്നത്. അതിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ കോട്ടൂരിൽ നിന്നും 600 മീറ്റർ അകലെ കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാജഭരണകാലത്തെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങളും പ്രശ്നപരിഹാര ക്രിയകളുമൊക്കെ ചെയ്യുന്നത് അഗസ്ത്യകൂട വനത്തിലെ ആദിവാസി വിഭാഗമായ കാണി സമുദായത്തിൽപ്പെട്ടവരാണ്. കോട്ടൂരിലെ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലെ പൂജാരികൾ ആദിവാസികളാണ്. പൂജയ്ക്ക് വരുന്നവരിൽ ഭൂരിപക്ഷവും നാട്ടുവാസികളും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിദൂര സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ പ്രശ്നപരിഹാര ക്രിയകൾക്കായി ദിനം പ്രതിയെത്തുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു ആചാരമുണ്ട്. ആദിവാസി ഊരുകളിലെ പ്രതിനിധികൾ ഓണക്കാലത്ത് രാജാവിന് കാഴ്ചകൾ നൽകാൻ പുറപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. കൗളാചാര പ്രകാരമാണ് ഇവിടെ പൂജാവിധികൾ നടക്കുന്നത്. മദ്യവും ഒരു നിവേദ്യമാണ്. കോഴിയറപ്പും പ്രശ്നപരിഹാര ക്രിയയാണ്. പ്രശ്നം വെക്കാനും മറ്റുമായി ഒത്തിരി പേർ വരും. മുഖ്യ പ്രതിവിധി കുറ്റിയടിക്കലാണ്. കുറ്റിയടിക്കുമ്പോൾ മനസ്സിൽ ധ്യാനിക്കുന്ന അഭീഷ്ടം നടപ്പിലാകുമെന്നാണ് വിശ്വാസം.
കാലത്ത് മദ്യപാനവും മറ്റും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. ഇവയൊക്കെ നിർത്തലാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഇവർക്കിടയിലെ മറ്റൊരാചാരം അഗസ്ത്യാർകൂട പർവ്വത പ്രദേശങ്ങളിലെ ഉൾക്കാടുകളിൽ വസിക്കുന്ന ഗോത്രവിഭാഗമായ കാണി സമുദായക്കാർ വർഷത്തിലൊരിക്കൽ ശബരിമല സന്നിധാനത്തെത്താൻ ഇവരിൽ പലരും കാടിറങ്ങും. വൃശ്ചികത്തിലാണ് സന്നിധാനത്തെത്തിച്ചേരാൻ കാടിറങ്ങുന്നത്. പൂർവാചാരപ്രകാരം മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുചെറുതേൻ, കാട്ടിൽ വിളഞ്ഞ കദളിക്കുല, കരിമ്പ്, കാട്ടുകുന്തിരിക്കം, മുളയിലും ചൂരലിലും ഈറ്റയിലും നെയ്തെടുത്ത പൂക്കൂടകൾ, പെട്ടികൾ, വ്രതശുദ്ധിയോടെ തയ്യാറാക്കിയ വനവിഭവങ്ങൾ എന്നിവയുമായാണ് ഈ സംഘം എത്തുന്നത്. കാഴ്ചവസ്തുക്കൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു വണങ്ങും. ശബരിമലയിലെത്താൻ വ്രതം നോക്കുന്ന വിവിധ ഊരുകളിൽ നിന്നുള്ളവർ വൃശ്ചികം 1 കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിലെത്തി രജിസ്റ്റർ ചെയ്യും. പിന്നെ തീയതി നിശ്ചയിച്ച് ഒന്നിച്ചാണ് യാത്ര. എല്ലാ വർഷവും സന്നിധാനത്തെത്തുന്ന ഇവർക്ക് സൗജന്യമായി ദേവസ്വം ബോർഡ് ഒരു ദിവസത്തെ താമസ സൗകര്യവും ഒരുക്കും.